2 നവജാത ശിശുക്കളെ കൊലപ്പെടുത്തിയ കാര്യം വന്ന് പുതുക്കാട് പോലീസ് സ്റ്റേഷനിലെ ബെബിൻ എന്ന ഒരു പയ്യൻ വന്ന് റിപ്പോർട്ട് ചെയ്തു. നവജാത ശിശുക്കളെ കൊന്നു, ആ കൊന്ന കുട്ടികളുടെ എല്ലാണ് എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് എന്ന് ആ എല്ലും കഷ്ണവുമായിട്ടാണ് പുതുക്കാട് പോലീസ് സ്റ്റേഷനിലെ ബെബിൻ എന്ന വ്യക്തി 26 വയസ്സുകാരൻ എത്തിയത്. മദ്യലഹരിയിലുമായിരുന്നു. ഇത് വലിയ വാർത്താ പ്രാധാന്യം കേരളത്തിലുണ്ടാക്കി. കാരണം ജനിച്ച ഉടനെ കുട്ടികളെ കൊല്ലുകയാണ് അമ്മ. 2 പ്രാവശ്യമായിട്ടുള്ള ജനനത്തിലുള്ള കുട്ടികളെയാണ് കൊന്നിരിക്കുന്നത്. ആദ്യ പ്രസവം 2021 നവംബർ 6-ന് എന്ന് പറഞ്ഞു. രണ്ടാമത്തെ പ്രസവം 2024 ഓഗസ്റ്റ് 29-ന്. രണ്ടും ഭാര്യ ഭർത്താക്കന്മാരല്ലാത്ത 2 ചെറുപ്പക്കാർ തമ്മിലുള്ള അവിഹിത ബന്ധത്തിൽ നിന്നുടലെടുത്ത കുട്ടികളാണ്. ഈ സംഭവം ഇപ്പം പുതുക്കാട് പോലീസ് റിപ്പോർട്ട് ചെയ്തുകൊണ്ട് അവിടെ തന്നെ കേസെടുത്തു. വെള്ളിക്കുളങ്ങര പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലാണ് ഒരു പെൺകുട്ടി താമസിക്കുന്ന ഒരു ബോഡി അവിടെയാണ്, പെൺകുട്ടിയുടെ വീടിനവിടെയാണ് കുഴിച്ചിട്ടിരിക്കുന്നത്. മറ്റേത് ആൺസുഹൃത്തിൻ്റെ വീടിൻ്റെ അവിടെ ആദ്യത്തെ പ്രസവം ആമ്പല്ലൂർ ഭവിൻ്റെ വീടിൻ്റെ അവിടെ കുഴിച്ചിട്ടു. 2 പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലാണ് ഇതിപ്പം കുഴിച്ചിട്ടിരിക്കുന്നത്. പുതുക്കാട് പോലീസ് സ്റ്റേഷനിലാണ് ഇത് വന്ന് റിപ്പോർട്ട് ചെയ്ത് ആ കൊലപാതകത്തിൻ്റെ വിവരം പോലീസിന് ആദ്യമായിട്ട് ലഭിക്കുന്നത്. ഇവർ തമ്മിലുള്ള ബന്ധത്തെപ്പറ്റിയും ഒക്കെ വലിയ വലിയ വാർത്തകൾ ധാരാളം വന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭമാണ്. ഇപ്പം പോലീസ് സ്റ്റേഷനിൽ ഈ കേസുമായിട്ടുള്ള അന്വേഷണം തകൃതിയിൽ നടക്കുകയാണ്. ഫോറൻസിക് എക്സ്പെർട്ടൊക്കെ സ്പോട്ടിലൊക്കെ വന്നു. ഇത് പോലീസിന് വല്ലാത്ത ഒരു അവരുടെ അന്വേഷണത്തിൽ എങ്ങും ചെന്ന് എത്താത്ത രീതിയിലുള്ളൊരു പോക്കാണ് എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം കുട്ടികളെ കൊന്നത് അത് ഏകദേശം ആദ്യത്തെ കുട്ടിയെ കൊന്നതിൽ 3.5-4 വർഷമായി. ജനിച്ച ഉടനെ കൊന്നു. അമ്മ അനീഷ ജനിച്ച ഉടനെ കൊന്ന് അത് മൂടി വെച്ച് അതിനുശേഷം അതൊരു തുണിയിൽ പൊതിഞ്ഞ് തൻ്റെ കാമുകൻ്റെ വീട്ടിലെത്തിച്ചു. കാമുകനും അമ്മയും താമസിക്കുന്നിടത്ത് അത് കുഴിച്ചിട്ടു. അത് 2021 നവംബർ 6-നാണ്. വീണ്ടും അവിഹിത ബന്ധത്തിൽ ആ പെൺകുട്ടി പ്രസവിച്ചു. 2024 ഓഗസ്റ്റ് 29-ന് ആ കുട്ടിയെ കൊന്നിട്ട് പ്രസവിച്ച ഉടനെ അത് നിലവിളിച്ചു എന്നാണ് പറയുന്നത്. വാവുത്തിപ്പിടിച്ച് അതിനെ കൊന്നു. അതിനുശേഷം ഒരു ബക്കറ്റ് വെച്ചു. വീടിനടുത്ത് അവരുടെ ആമ്പല്ലൂര് വെള്ളിക്കുളങ്ങര നൂലുവള്ളി മുല്ലക്കരപ്പറമ്പിലെ ആ വീട്ടിലെ അടുത്ത് തന്നെ അത് കുഴിച്ചിട്ടു. അപ്പം അത് പോലീസ് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ തയ്യാറാകുകയാണ്. അത് 2 മാന്തി എടുക്കേണ്ടി വരും. അവിടെ എന്തെങ്കിലും സെഡിമെൻ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കേണ്ടി വരും. ഈ കുഴിച്ചിട്ട സ്ഥലത്തുനിന്ന് ആദ്യത്തെ കുട്ടിയെ കൊന്നു കുഴിച്ചിട്ട സ്ഥലത്തുനിന്ന് അതിൻ്റെ അസ്ഥി 8 മാസം കഴിഞ്ഞെടുത്തു. രണ്ടാമത് കുഴിച്ചിട്ട കുട്ടിയുടെ അസ്ഥി 4 മാസം കഴിഞ്ഞെടുത്തു. ആ അസ്ഥിയാണ് അവിടെ മരണാനന്തര കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് സൂക്ഷിച്ചു വെച്ചത് എന്നാണ് അനീഷ പറയുന്നത്. അതാണ് ഇപ്പോൾ ബെബിൻ്റെ കയ്യിൽ കാണപ്പെട്ടത്. ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയ ഒരു കേസാണ്. കാരണം ഇതിനകത്തിപ്പം കോർപ്പസ് ഡിലിറ്റി എന്ന് പറഞ്ഞാൽ മൃതദേഹം ഇല്ല. അതാണ് ഏറ്റവും വലിയ ഒരു ഡ്രോബാക്ക്. കോർപ്പസ് ഡിലിറ്റി എന്നാണ് അതിന് പറയുന്നത്. ആ മൃതദേഹാവശിഷ്ടം അല്ലെങ്കിൽ മൃതദേഹം അവിടെ ഇല്ല. അപ്പോൾ പോസ്റ്റ്മോർട്ടം ചെയ്യാനായിട്ട് കഴിയില്ല. ആകെ കിട്ടിയത് എന്ന് പറയുന്നത് ഈ 2 സ്ഥലത്തെയും അസ്ഥികളാണ് എന്ന് പറഞ്ഞ് പുതുക്കാട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ആ ബെബിൻ എന്ന് പറഞ്ഞ വ്യക്തി കൊടുത്തതാണ്. അയാൾക്കിപ്പോൾ 26 വയസ്സുണ്ടെന്നാണ് വന്ന വാർത്തകൾ. അതേസമയത്ത് അനീഷയ്ക്ക് 21 കഴിഞ്ഞു 22ആയി. അപ്പോൾ ആദ്യത്തെ കൊലപാതകം കുട്ടി ജനിച്ച ഉടനെ 2021 നവംബറിൽ കൊടുത്തപ്പം പയ്യന് മേജറാണ്, പക്ഷേ പെൺകുട്ടി മൈനറാണ് എന്നാണ് വരുന്നത്. ഇതൊക്കെ അതിൻ്റെ കോംപ്ലിക്കേഷൻസാണ്. ദുരൂഹത ഏറുന്ന കേസുകളാണിത്.
അപ്പോൾ അതിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് കണ്ടുപിടിക്കണം. ഈ കുട്ടി ഈ പയ്യനും പഠിച്ച സ്കൂളിൽ നിന്ന്, അല്ലെങ്കിൽ അവർക്ക് SLC സർട്ടിഫിക്കറ്റ് ഉണ്ടോ ഇല്ലെന്ന് അറിയില്ല, രണ്ടുപേരും എവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ടോ, സ്കൂളിൽ ചേർന്ന് പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ പഠിച്ച സ്ഥലത്ത് നിന്ന് അവരുടെ ബർത്ത് ഡേറ്റ് കണ്ടെത്തണം. കാരണം 2021 നവംബർ 6 ആ പയ്യൻ ബെബിന് തീർച്ചയായിട്ടും പ്രായപൂർത്തിയായിട്ടുണ്ട്, പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായിട്ടില്ല എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പം മൈനറായിരുന്ന സന്ദർഭത്തിലാണ് ആ പെൺകുട്ടി ഗർഭം ധരിച്ചത്. അങ്ങനെയാണെങ്കിൽ ബെബിൻ്റെ പേരിൽ റേപ്പ് കേസ് നിലനിൽക്കും. നിയമപരമായി അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പം ദുരൂഹത ഏറിക്കൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞതിൻ്റെ കാരണം അതാണ്. അപ്പം സ്കെൽറ്റനിൽ കോർപ്പസ് ഡിലിറ്റി ഇല്ലാത്തതുകൊണ്ട് 302 എന്ന വകുപ്പ് ചേരില്ല. അത് കൊലപാതകമാണെന്ന് പറയാനുള്ള എവിഡൻസ് ഉണ്ടാവില്ല. അപ്പം കൊലപാതകം ആണെന്ന് പ്രൂവ് ചെയ്യാനും കഴിയില്ല. ആകെ ഇരിക്കുന്ന സ്കെലിറ്റൻ, അല്ലെങ്കിൽ കുട്ടിയുടെ ആണെന്ന് പറയുന്ന സ്കെലിറ്റൻ മാത്രമേ പോലീസിൻ്റെ കയ്യിലുള്ളൂ. ഇനി 2 സ്ഥലം കുഴിച്ചിട്ട സ്ഥലത്ത് അവിടെ എന്തെങ്കിലും മണ്ണിൽ അവശേഷിച്ചിട്ടുണ്ടോ, ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗങ്ങൾ അവിടെ ഉണ്ടോ എന്നുള്ളതാണ് പരിശോധിക്കാൻ ഫോറൻസിക് ഡോക്ടർമാർ അവിടെ വന്ന് ആ കുഴിയെടുത്ത് ആ സ്ഥലങ്ങളിൽ എന്തെങ്കിലും മിച്ചമുണ്ടോ. സാധാരണഗതിയിൽ പ്രസവിച്ച ഉടനെ കുട്ടികൾക്ക് അവരുടെ സ്കെൽറ്റന് കൂടി വന്നാൽ മണ്ണിൽ കുഴിച്ചിട്ടാൽ അത് 1 വർഷത്തിൽ കൂടുതലൊന്നും അതിൻ്റെ മിച്ചമൊന്നും കാണാതെ കിടക്കും. കാരണം 1 വർഷം കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 1.5 വർഷം കഴിഞ്ഞാൽ അതിനകത്ത് ഒന്നും കാണത്തില്ല. പ്രായപൂർത്തിയാകാത്ത അല്ലെങ്കിൽ ഗ്രോണപ്പായ ഒരു വ്യക്തിയുടെ സ്കെൽറ്റിനോ അങ്ങനെ ശരീരത്തിൻ്റെ ഭാഗങ്ങളോ അല്ല മണ്ണിനടിയിൽ പോയിരിക്കുന്നത്. കൊച്ചുകുട്ടിയുടെയാണ്, പ്രസവിച്ച ഉടനെയാണ്. അത് 1-2 വർഷത്തിൽ കൂടുതലൊന്നും മിച്ചം കാണത്തില്ല. ബാക്കി മുഴുവൻ മണ്ണിൽ ലയിച്ചു പോകും. ആകെ കിട്ടാൻ സാധ്യതയുള്ളത് അവരെ ഹിപ്പ് റീജിയനിലുള്ള, പെൽവിക് റീജിയനിലുള്ള എല്ലുകൾ മാത്രം. അവിടെയാണ് ഏറ്റവും കട്ടിയുള്ള ഒരു മനുഷ്യ ശരീരത്തിൻ്റെ എല്ലുകൾ ഇരിക്കുന്നത്. അതുകൊണ്ട് ആ റീജിയനിലുള്ള എല്ല് കിട്ടാനുള്ള സാധ്യത ഉണ്ടാവും. ഈ പെൺകുട്ടി എടുത്ത എല്ലുകൾ, അല്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ വീട്ടിനടുത്ത എല്ലുകൾ കുഴിച്ചിട്ടതിന് ശേഷം 8 മാസം മുമ്പ് കുഴിച്ചിട്ട് 4 മാസം കഴിഞ്ഞപ്പം അതിലെ എല്ലെടുത്തെന്ന് പറഞ്ഞാൽ അതിനുള്ള സാധ്യത കൂടുതലാണ്. അതിൽ നിന്ന് DNA കണ്ടെത്താനും സാധിക്കും. ഇതിനകത്ത് ഇവർ 2 പേരുടെയും DNA എടുത്തിട്ട് ഈ എല്ലിൻ്റെ DNA ആയിട്ട് കമ്പയർ ചെയ്ത് അപ്പം മാത്രമാണോ ആരാണ്, അല്ലെങ്കിൽ അമ്മയും അല്ലെങ്കിൽ അച്ഛനും, അല്ലെന്നുണ്ടെങ്കിൽ പെൺകുട്ടിയും ആൺകുട്ടിയും, അവരുടെ ആ എല്ലും കഷണത്തെ അവരെ 2 പേരുടെയും DNA എടുത്ത് കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അത് പൊരുത്തപ്പെടുന്നെങ്കിൽ മാത്രം അവരെ 2 പേര് കുട്ടികളാണ് എന്ന് പറയാൻ ഒക്കുള്ളൂ. അല്ലാതെ അവരുടെ ഓറൽ മൊഴികൾ, പ്രതിസ്ഥാനത്ത് നിൽക്കുന്നവരുടെ ഓറൽ മൊഴി അല്ലെങ്കിൽ അവരുടെ കുറ്റസമ്മത മൊഴിക്കൊന്നും വിലയില്ല. അല്ലെങ്കിൽ അത് കോടതിയിൽ, അത് മജിസ്ട്രേറ്റിന് മുമ്പിൽ ആ പ്രതികളെ കൊണ്ട് പറയിക്കണം. അങ്ങനെ ഒരു എവിഡൻസ് ഉണ്ടാക്കാനും കഴിയത്തില്ല. അതിന് അവർ വില്ലിങ് ആണെങ്കിൽ അവർ വോളണ്ടറി ചെയ്തിട്ട് സ്വയം മനസ്സാലെ പോയി മൊഴി കൊടുത്താൽ അത് നിലനിൽക്കും, അല്ലെന്നുണ്ടെങ്കിൽ നിലനിൽക്കത്തില്ല. DNA എടുത്തു കഴിയുമ്പോൾ പെൺകുട്ടിയുടെ മാത്രം മാച്ച് ചെയ്തും ആൺകുട്ടിയുടെ മാച്ച് ചെയ്തില്ലെങ്കിൽ ഇത് മറ്റാരുടെയെങ്കിലും ആണ് എന്നും പറയേണ്ടി വരും. അതുകൊണ്ട് ഒരു മർഡർ കേസ് ഒരിക്കലും ഈ കേസിനകത്ത് പ്രൂവ് ചെയ്യാൻ പോലീസിന് കഴിയില്ല. കാരണം ബോഡി ഇല്ലാത്തതുകൊണ്ട് ആകെ കിട്ടിയിരിക്കുന്ന സ്കെൽറ്റനാണ്. ആ സ്കെൽറ്റൻ വെച്ചുകൊണ്ട് ഒരു മർഡർ പോസ്റ്റ്മോർട്ടം ഫോറൻസിക്കാർക്ക് പ്രൂവ് ചെയ്യാൻ കഴിയില്ല. പിന്നെ അത് മനുഷ്യ ശരീരത്തിൻ്റെ ആണോ ഇല്ലയോ എന്ന് കണ്ടെത്തണം. ആ കുഴിച്ചിട്ട സ്ഥലത്ത് അതിൻ്റെ സെഡിമെൻറ്റോ എന്തെങ്കിലും മണ്ണുമായിട്ട് അരിഞ്ഞു ചേർന്നത്, അതിൻ്റെ ടിഷ്യൂസ്, മനുഷ്യൻ്റെ ടിഷ്യൂസ് അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ നഖമോ അല്ലെങ്കിൽ ഹെയർ എന്തെങ്കിലും മിച്ചം ഉണ്ടെങ്കിൽ അത് മനുഷ്യ ശരീരത്തിൻ്റെ അവയവത്തിൻ്റെ ഭാഗമാണോ എന്നും തെളിയിക്കേണ്ടി വരും. അതുകൊണ്ട് കൊലപാതകം പ്രൂവ് ചെയ്യില്ല എന്ന് ഉറപ്പായി. അതിനകത്ത് എത്ര ശ്രമിച്ചാലും അതിനകത്ത് സ്കെൽറ്റൻ ഇല്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ ബോഡി ഇല്ലാത്തതുകൊണ്ട് നമുക്കത് കഴിയത്തില്ല. മനുഷ്യ അസ്ഥി എന്ന് തെളിയിക്കണം. ആദ്യമായിട്ട് ഈ കിട്ടിയ അസ്ഥി മനുഷ്യ അസ്ഥിയാണെന്ന് തെളിയിക്കണം. മറ്റ് ഏത് ഭാഗത്തെ അസ്ഥിയാണെന്നോ അതറിയണം. കാരണം കുഴിച്ചിട്ട ഒരു കുട്ടിയുടെ, അല്ലെങ്കിൽ ജനിച്ച ഉടനെ കുഴിച്ചിട്ട കുട്ടിയുടെ 1-2 വർഷത്തെ കൂടുതലൊന്നും അത് മണ്ണിൽ അതിൽ ഉണ്ടാകാതെ വരും. കാരണം അത് ലയിച്ച് ചേർന്ന് പോകും. അതുകൊണ്ട് ആ കിട്ടിയത് ഇവർ 2 പേരിലുണ്ടായ കുട്ടിയുടെ ആണെന്ന് തെളിയിക്കാൻ അല്പം ബുദ്ധിമുട്ട് പോലീസിന് വരും. പ്രത്യേകിച്ച് 4 വർഷം കഴിഞ്ഞ ശേഷമാണ് ആ ആദ്യത്തെ കുട്ടിയുടെ അവശിഷ്ടം നമ്മൾ കണ്ടെത്താൻ 4 വർഷമെങ്കിലും കഴിഞ്ഞ ശേഷമാണ്
ആ സ്കെൽട്ടൻ കിട്ടിയിരിക്കുന്നത്. ഇനി അവിടെ മാന്തി നോക്കുമ്പം വേറെയും സ്കെൽട്ടൻ കാണാം. കിട്ടിയെങ്കിൽ ഭാഗ്യം, കിട്ടാനുള്ള സാധ്യത ആദ്യത്തെ പ്രസവത്തിൻ്റെ കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. രണ്ടാമത്തെ പ്രസവം കാരണം 8 മാസം ആയതുകൊണ്ട് അതിനകത്ത് മുഴുവൻ മണ്ണിൽ ലയിച്ച് ചേരാൻ സാധ്യത കുറവാണ്. അതുകൊണ്ട് അവിടെ നിന്ന് ലഭിക്കാനുള്ള സാധ്യത കൂടുതലുമാണ്. ഏതായാലും DNA ബേസ് ചെയ്ത് മാത്രം ഇത് മനുഷ്യ ശരീരത്തിലെ അസ്ഥിയാണോ ഇവർ രണ്ടുപേരുടെ ഇന്നുണ്ടായ കുട്ടിയുടെ അസ്ഥിയാണോ എന്ന് തെളിയിക്കാൻ സാധിക്കും. അങ്ങനെ തെളിയിച്ചാൽ തന്നെ അതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല. കാരണം ആ കുട്ടിയെ കൊന്നതാണെന്ന് തെളിയിക്കാൻ കഴിയില്ല. അത് തന്നെയല്ല, ഈ പെൺകുട്ടി പ്രസവിച്ചതാണോ ഇല്ലയോ എന്ന് പറയാൻ ഒക്കില്ല. കാരണം പ്രസവിച്ചതിന് റെക്കോർഡൊന്നുമില്ല. പെൺകുട്ടി പ്രസവിച്ച ശേഷം ഒരു ഹോസ്പിറ്റലിലും ഫസ്റ്റ് എയ്ഡിനോ അങ്ങനെ ഒന്നിനും പോയിട്ടില്ല. ബ്ലീഡിങ് ഉണ്ടായിട്ടൊന്നും പോയിട്ടില്ല. അത് തന്നെ ആ പെൺകുട്ടി അത് തന്നെ അതിനെ ട്രീറ്റ് ചെയ്ത് മാറ്റിക്കളഞ്ഞു. അമ്മ പോലും അറിഞ്ഞില്ല എന്നാണ് ഇപ്പം പറയുന്നത്. അമ്മയെ അറിയാതെ ഒക്കില്ല. കാരണം വീട്ടിലാണ് 2 പ്രസവവും നടന്നത്. അത് യൂട്യൂബിലും ഒക്കെ നോക്കി പ്രസവം എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് കണ്ട് പഠിച്ചിട്ടാണ് അത് ആ കാര്യം ചെയ്തതെന്ന് ആ പെൺകുട്ടി പറയുന്നുണ്ട്. ലാബ് ടെക്നീഷ്യൻ എന്തോ പാസ്സായ കുട്ടിയായതുകൊണ്ട് കുറച്ചുകൂടെ ആ കാര്യത്തിൽ വൈദഗ്ധ്യം ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ്. എന്തായാലും ഇപ്പോഴത്തെ പോലീസിൻ്റെ അന്വേഷണത്തിൽ മികവുറ്റ ഒരു അന്വേഷണം കാഴ്ചവെച്ചാൽ കുറേയൊക്കെ ഭാഗങ്ങൾ തെളിയുമെങ്കിലും മർഡർ ഒരിക്കലും തെളിയത്തില്ല. കോടതിയിലെ ഇത് ഇവരുടെ കുട്ടിയാണെന്ന് അല്ലെങ്കിൽ കുട്ടിയുടെ അസ്ഥിയാണെന്ന് തെളിയിക്കാൻ പോലീസിന് കഴിയണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്കെൽറ്റൻ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഇപ്പം രണ്ടാമത്തെ പ്രസവത്തിൽ ആ കുട്ടിയെ അവർ കൊന്ന ശേഷം അത് ജനിച്ചപ്പോൾ അത് നിലവിളിച്ചു വാവത്തിപ്പിടിച്ച് അതിനെ കൊന്ന ശേഷം അനീഷ പറയുന്നത് തൻ്റെ വീടിനടുത്ത് ഒരു ബക്കറ്റിനകത്ത് അത് വെച്ചു അതിനുശേഷം കൊണ്ടുപോയി കുഴിച്ചിട്ടു എന്നാണ്. ആ സ്ഥലം എന്തായാലും ഫോറൻസിക് കാര്യം അവർ പരിശോധിക്കും. കാരണം അത് 8 മാസം മുമ്പാണ്. ആഡിപ്പോസിയർ സ്റ്റേജിലായിരിക്കാനുള്ള സാധ്യത ഉണ്ടാവും. സയൻറ്റിഫിക് നെയിമാണ് ആഡിപ്പോസിയർ. ആഡിപ്പോസിയർ ആണെങ്കിൽ ചീഞ്ഞഴുകി കുറച്ചൊക്കെ അവിടെ മിച്ചം ഉണ്ടാവും. കാരണം അതാണ്. അല്ലെങ്കിൽ ഒരു കടാവർ അല്ലെങ്കിൽ അതിന് ഓപ്പോസിറ്റ് കടാവർ സ്റ്റേജിൽ വരാനുള്ള സാധ്യത വളരെ കുറവ്. കടാവർ സ്റ്റേജിലാണെങ്കിൽ മരുഭൂമിയിലൊക്കെ ഒരാൾ മരിച്ച് അവിടുത്തെ ചുട്ടുപൊള്ളുന്ന മണലിൽ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ അത് മീൻ ഉണങ്ങി വരുന്ന പോലെ ഇരിക്കും മനുഷ്യ ശരീരം. അതിനാണ് കടാവർ എന്ന് പറയുന്നത്. ഇവിടെ കടാവർ എന്ന് പറഞ്ഞാൽ അങ്ങനെ വിറകുള്ളി പോലെ ഇരിക്കുന്ന ഒരു മനുഷ്യ ശരീരം എന്ന് പറയാനൊക്കെ ഉള്ളൂ. അതുപോലെ ആഡിപ്പോസിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളവും ഉള്ള നനവുള്ള സ്ഥലത്തും അതേസമയത്ത് ഒരു കുറച്ച് നേരം നല്ല ചൂട് വരും, അതിനുശേഷം പിന്നെ രാത്രി തണുക്കും. അങ്ങനെയുള്ള ഒരു ബോഡി അത് ആഡിപ്പോസിയർ സ്റ്റേജ് എന്നാണ് പറയുന്നത്. ആ കണ്ടീഷനിൽ അത് കാണാൻ പറ്റുള്ളൂ. അപ്പം ഈ രണ്ടാമത്തെ പ്രസവത്തിലുള്ള ആ കുഴിച്ചിട്ട കുട്ടിയുടെ തീർച്ചയായിട്ടും അതൊരു ചെറിയ മാർഷി പ്ലേസ് ആണ്. അവിടെ കുഴിച്ചിട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അവശിഷ്ടം ഒരു ആഡിപ്പോസിയർ സ്റ്റേജിൽ ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഫോറൻസിക് ഡോക്ടർ അത് വന്ന് പരിശോധിച്ച് അവിടുത്തെ മണ്ണിൽ കലർന്ന ആ ടിഷ്യൂ ആ ശരീരത്തിൻ്റെ അവശിഷ്ടങ്ങളെല്ലാം കോരിയെടുത്ത് പരിശോധിച്ചാൽ അത് മനുഷ്യ ശരീരത്തിലെ സെല്ലുകളാണോ ഇല്ലയോ എന്നറിയാൻ പറ്റും. അവിടെ കുഴിച്ചിട്ടെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു ബോഡി കുഴിച്ചിട്ടെന്നല്ലാതെ കൊന്നിട്ട് കുഴിച്ചിട്ടെന്നാണെന്ന് തെളിവ് ഒരിക്കലും ലഭിക്കാൻ സാധ്യതയില്ല. പിന്നെ ഈ 2 സ്ഥലത്തും ചിലപ്പം ഭാഗ്യമുണ്ടെങ്കിൽ ഹെയർ അല്ലെങ്കിൽ തലമുടി കിട്ടാനുള്ള സാധ്യത ഉണ്ടാവും. സോഫ്റ്റ് തലമുടിയാണ് കുട്ടികളുടെ 2ൻ്റെ എങ്കിലും ചിലപ്പം അവിടുത്തെ ആ സ്റ്റേജ് അനുസരിച്ച് ചിലപ്പം തലമുടി കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെ തലമുടി കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ DNA എടുക്കാനായിട്ടും വളരെ ഈസി ആയിട്ട് സാധിക്കും എന്നുള്ളതാണ്. സയൻസ് വളരെ അഡ്വാൻസ്ഡ് ആയതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയും. പക്ഷേ ടൈം ഓഫ് ഡെത്ത് ഒരിക്കലും സ്കെൽറ്റൻ്റെ കണ്ടുപിടിക്കാൻ കഴിയില്ല. എപ്പോഴാണ് കൊന്നത് അത് സാധിക്കില്ല എന്നാണ് ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ ഈ പെൺകുട്ടിയും ആൺകുട്ടിയും തങ്ങളുടെ കുട്ടിയാണ്, ഇവൾ പ്രഗ്നൻ്റ് ആയിരുന്നു, അതിൻ്റെ ആണ് എല്ലെന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും കോടതി വില പോവില്ല. മനുഷ്യ ശരീരമാണോ അതിലെ അസ്ഥിയാണോ എന്ന് മാത്രം തെളിയും ഇതിനകത്ത്. വേറൊന്നും ഇതിനകത്ത് തെളിയാനുള്ള സാധ്യത ഇല്ല, ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. അതിനപ്പുറം ഒരു എവിഡൻസ് ഇതിനകത്ത് ഉണ്ടാക്കാൻ പോലീസിന് കഴിയില്ല. സാക്ഷിമൊഴികളൊക്കെ പറഞ്ഞ ഒരു ആ പെൺകുട്ടിയുടെ വീടിൽ നിന്ന് ഒരു ബക്കറ്റ് എടുത്തുകൊണ്ട് പോയി അവിടെ എന്താ കുഴിച്ചിടുന്ന കണ്ടെന്ന് പറഞ്ഞാൽ അതിനൊന്നും എവിഡൻഷ്യറി വാല്യൂ ഇല്ല കൊലപാതകമായിട്ട്. അത് എന്തെങ്കിലും ഞാൻ വേസ്റ്റ് കുഴിച്ചിട്ടെന്ന് പറഞ്ഞാൽ അത് തീർന്നു, 2 പേരുടെയും മൊഴി അങ്ങനെ അങ്ങ് പോകും. അപ്പോൾ അതുകൊണ്ട് ഈ 2 സ്ഥലങ്ങളിലും കുഴിച്ചിട്ട് ഈ കഥകൾ നമുക്ക് കുറ്റചാർജിനകത്ത് ചേർത്ത് വെക്കാവുന്നല്ലാതെ എവിഡൻസ് ചേർത്ത് വെക്കാനായിട്ട് കഴിയില്ല എന്നാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് എത്ര പോലീസ് പാടുപെട്ടാലും ശരി, ഏത് രീതിയിൽ അന്വേഷണം മികവുറ്റതാക്കി മുന്നോട്ട് കൊണ്ടുപോയാലും ശരി, ഒരു കൊലപാതകം നിലനിൽക്കില്ല എന്ന് ഉറപ്പായി. അത് തന്നെ ഇത് മനുഷ്യ ശരീരമാണെന്ന് മാത്രമേ തെളിയുകയുള്ളൂ. അത് ഇവരെ 2 പേരും കുട്ടികളാണെന്നും തെളിയാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട്
എവിഡൻഷ്യറി വാല്യൂ വളരെ വീക്കായ, എത്ര നല്ല അന്വേഷണം നടത്തിയാലും ശരി, എവിഡൻഷ്യറി വാല്യൂ വളരെ വീക്കായ ഒരു കേസ് തന്നെയാണ് എന്ന് ഞാൻ കരുതുന്നു. കാരണം ഇതിനകത്ത് ഈ ഒരു സംഭവം കേരളത്തിൽ വലിയ ഒച്ചപ്പാടുണ്ടാക്കിയെങ്കിലും ചില സാമൂഹ്യമായ തിന്മകൾ ഇതിനകത്തുണ്ട് എന്ന് പറയേണ്ടി വരും. കാരണം പ്രായപൂർത്തിയായ രണ്ട് പേര് തമ്മിൽ സൗഹൃദം പുലർത്തുന്നതിനും ഒന്നും തടസ്സമില്ല ഇന്ത്യയിൽ. അത് തന്നെയല്ലേ അവർ അങ്ങനെ സൗഹൃദത്തിൽ വരുമ്പം അതിലുണ്ടാകുന്ന കുട്ടികൾ ആര് നിയമപരമായി ആര് സംരക്ഷിക്കും എന്നുള്ളതാണ്. ഇവിടെ അവർ കൊന്നു കളഞ്ഞു. സാധാരണഗതിയിൽ അത് ആര് സംരക്ഷിക്കും എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ അങ്ങനെ ഒന്നിച്ച് ജീവിക്കുന്നതിന് തടസ്സമില്ല, കല്യാണം കഴിക്കണമെന്ന് നിർബന്ധമില്ല. അതേ സമയത്ത് അതിൽ നിന്നുണ്ടാകുന്ന കുട്ടികൾ, ഇവർക്ക് രണ്ടുപേർക്കും സ്വത്തുണ്ടെങ്കിൽ ആ കുട്ടി ജീവിക്കുന്നെങ്കിൽ രണ്ടുപേരുടെയും സ്വത്തിന് അവകാശിയാണ് ആ കുട്ടി. അത് DNA, അത് കുട്ടിയുടെയും അതുപോലെ തന്നെ മാതാപിതാക്കൾ എന്ന് പറയുന്ന അല്ലെങ്കിൽ ലിവിങ് ടുഗദറിലോ അല്ല അങ്ങനെ ഉള്ള രണ്ടുപേരുടെ അവരുടെ DNA ആയിട്ട് മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ലീഗൽ ഹെയർ അവർ രണ്ടുപേര് നിയമപരമായ പിന്തുടർച്ചക്കാരനാണ് ആ കുട്ടിയെന്ന് തെളിയിക്കാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ രണ്ടുപേരുടെ സ്വത്തിൻ്റെ അവകാശം അവർക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. അപ്പോൾ നിയമപരമായി ഇന്ത്യയിൽ വിവാഹം കഴിക്കാതെ ജീവിക്കുന്നതിന് തടസ്സമില്ല. പക്ഷെ അത് സാമൂഹ്യമായ പല ഇതുപോലുള്ള പ്രശ്നങ്ങളും നിയമപ്രശ്നങ്ങളും ഉണ്ടാക്കുന്നതും നമ്മുടെ മാതൃകാപരമായ ജീവിത രീതിയാണ് ഇന്ത്യയിലുള്ളത്. അതിന് വിഘാതമായി ഇങ്ങനൊരു തലമുറ വന്നാൽ അങ്ങനെ ജനിക്കുന്ന കുട്ടികൾ അത് വലിയ സാമൂഹികമായ പല പ്രശ്നങ്ങളും ഇന്ത്യയിലുണ്ടാക്കും, നമ്മുടെ ചുറ്റുവട്ടത്തുണ്ടാക്കും. അതുകൊണ്ട് ഇങ്ങനെയുള്ള ലിവിങ് ടുഗദറും അതിലുണ്ടാകുന്ന കുട്ടികളുണ്ടാവും. അങ്ങനെയുള്ള കുട്ടികൾ അവർ കൊലക്കേസിനകത്ത് പ്രതിയായി പോകാനുള്ള സാധ്യത വളരെ കൂടുതൽ. രണ്ടാമത് അങ്ങനെ ഉണ്ടാകുന്ന കുട്ടികൾക്ക് പൗരത്വം ലഭിക്കാനുള്ള സാധ്യത വളരെ കുറഞ്ഞു വരുന്നു. അതിനൊക്കെ ലീഗൽ കടമ്പകളെല്ലാം കടന്നു പോകേണ്ടി വരും. എങ്കിലും പൊതുവായി ഇന്ത്യയിലെ അല്ലെങ്കിൽ വിദേശത്തെ അല്ല, ഇന്ത്യയിലെ നമ്മുടെ കുടുംബ പശ്ചാത്തലവും സാമൂഹിക രീതിയും എല്ലാം ഒരു വിവാഹം കഴിച്ച് അവർ നാട്ടുകാരുടെ മുമ്പിലും എല്ലാ ബന്ധുക്കളുടെ മുമ്പിൽ വെച്ച് പരസ്പരം വിവാഹം കഴിച്ച് ജീവിക്കുന്നതാണ് ഉത്തമം. കാരണം കുട്ടികളുണ്ടാകുന്നതിന് അവർക്ക് മാതാപിതാക്കളുണ്ടാവും, വല്യപ്പന്മാരും വല്യന്മാരും ഉണ്ടാവും, സമൂഹത്തിലുള്ളവർക്കറിയില്ല ഇന്ന ആൾക്കാരുടെ കുട്ടികളാണത്. അങ്ങനെ ഒരു പാരമ്പര്യമായിട്ട് നമുക്ക് നിയമപരമായി അല്ലെങ്കിൽ കുടുംബപരമായി അവർക്ക് മുന്നോട്ട് സഞ്ചരിക്കാം. കുട്ടികൾക്ക് മാതാപിതാക്കൾ ലീഗലായിട്ടുണ്ട്, 10 പേരുടെ മുമ്പിൽ പറയാം. ഇവിടെ ഒളിച്ചും പാത്തും ഇങ്ങനെ ഉണ്ടാകുന്ന കുട്ടികൾ അനാഥരാവും. ആ കുട്ടികളെ കൊന്നുകളയാനുള്ള ശ്രമമാണ് മിക്കവാറും എല്ലാവരും. ഈ ലിവിങ് ടുഗദറും ഇതുപോലുള്ള അവിശുദ്ധ ബന്ധത്തിൽ ഉണ്ടാകുന്ന കുട്ടികളെ സാധാരണഗതിയിൽ 99% കൊന്നുകളയുന്ന ചരിത്രമാണ് കേരളത്തിൽ കാണുന്നത്. അത് സാമൂഹ്യമായ വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണിത്. കാരണം അതൊരു പാഠമായിട്ടിരിക്കട്ടെ എല്ലാവരും. ആ കുട്ടിയുടെ അവസ്ഥ അങ്ങനെ ജനിക്കുന്ന കുട്ടികളെ കൊന്നുകളയുന്നു മാത്രമല്ല, മാതാപിതാക്കൾ അല്ലെങ്കിൽ കുട്ടിയുടെ അച്ഛനും അമ്മയും നിയമപരമായി ജയിലിലേക്ക് പോകേണ്ട കാഴ്ചകളും വരുന്നുണ്ട്. ഇവിടെ നിയമത്തിൻ്റെ അപര്യാപ്തത കൊണ്ടല്ല, ഇതിനകത്തുള്ള തെളിവിൻ്റെ അപര്യാപ്തത കൊണ്ടാണ് ഇവർ രണ്ടുപേരും രക്ഷപ്പെടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലുമാണ്.